അപ്പോൾ നമ്മൾ ലഞ്ചിന് ശേഷം നേരെ ഷോളയാർ ഡാം ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി ഇതുവരെയുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നല്ല ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അപ്പർ ഷോളയാർ ഡാമിലേക്കാണ് പോകുന്നത്. ഇത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് KSRTCയിലായതുകൊണ്ട് തന്നെ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ശരിക്കും നമ്മൾ പ്രൈവറ്റ് ഒരു വണ്ടിയിലാണ് വരുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ എഴുതി കൊടുക്കുകയൊക്കെ വേണം തോന്നുന്നുണ്ട്, പാസ്സൊക്കെ എടുക്കണം തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡാമിൻ്റെ മുകളിലെത്തി. ഇവിടെ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളെ ബാക്കിൽ ഡാം വരുന്ന രീതിയിൽ നമ്മളൊരു അടിപൊളി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇറങ്ങി വരുന്നേ ഉള്ളൂ. എല്ലാവരും ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ ആ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ഇവിടെ തന്നെ അസംബിൾ ചെയ്തിട്ടാണ് ചെയ്യാനുള്ള ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. വളരെ വലിയ ഒരു ടീമാണ് നമ്മുടെ കൂടെ ഇന്ന് യാത്ര ചെയ്തത്. ഒരു കുടുംബം പോലെ നമ്മളൊരു ദിവസം മൊത്തം യാത്ര ചെയ്തു. ഭക്ഷണം ഷെയർ ചെയ്തിട്ടാണെങ്കിലും രസകരമായ സംഭവങ്ങൾ ഷെയർ ചെയ്തിട്ടാണെങ്കിലും ഒക്കെ വളരെ രസകരമായ രീതിയിലുള്ള ഒരു യാത്രാനുഭവം തന്നെയായിരുന്നു. ഒരുപാട് പ്രായ വ്യത്യാസങ്ങൾ, ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായം ഉള്ള ആളുകൾ വരെ വളരെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച ഒരു യാത്രയായി ഇത്. അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു. ഒരുപാട് പേര് യാത്രകളിൽ പാട്ടുകൾ പാടി രസകരമായ അനുഭവങ്ങൾ പങ്കുവച്ചു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അപ്പർ ഷോളയാർ ഡാമാണ്. ഇവിടെ വെള്ളം കുറവാണ്. ലോവർ ഷോളയാർ ഡാമിൽ നന്നായി വെള്ളമുണ്ട്. അത് നമ്മൾ പോകുന്ന വഴിക്ക് അതിൻ്റെ റിസർവോയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിലാണ് കാണുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ നല്ല ദേഹത്തേക്ക് ചെറുതായിട്ട് വെള്ളം വീഴുന്ന പോലെയുള്ള അനുഭവങ്ങൾ അത്രത്തോളം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഒരുപാട് സമയം നമ്മൾ അതിൻ്റെ മുകളിൽ വെറുതെ ഇരുന്ന് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു. വളരെ രസകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു നമ്മൾ ഷോളയാർ ഡാമിൽ നമുക്ക് കിട്ടിയത്. ഷോളയാർ ഡാമിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് ഒരു പാർക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു മാസത്തിന് ശേഷമൊക്കെ വരുന്ന ട്രിപ്പുകളിൽ ഇങ്ങനത്തെ പാർക്കുകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു മാസത്തിൻ്റെ അല്ലെങ്കിൽ 2 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ഓപ്പൺ ആവാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നാച്ചുറലായിട്ടുള്ളൊരു ഡാമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിപൊളിയായിരുന്നു. ഇവിടെയും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു ഷോളയാർ ഡാമിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ പ്രകൃതി, മല ഇടുക്കുകൾക്കിടയിൽ ഒരു അതിമനോഹരമായ ഡാം പണിഞ്ഞു വെച്ചത്. ഇത് തമിഴ്നാട് സർക്കാരിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് താഴെയായിട്ടാണ് ലോവർ ഷോളയാർ ഡാം വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചായത്തോട്ടത്തിലൊക്കെ കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് തിരിച്ചിറങ്ങിയത്. നമ്മൾ ഷോളയാർ ഡാമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിച്ച അതേ സ്ഥലത്ത് നമ്മൾ ചായ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പഴംപൊരിയും ചായയൊക്കെ, അതിമനോഹരമായ പഴംപൊരിയും ചായയൊക്കെ കഴിച്ച് അതിമനോഹരമായ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അവിടെയും കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷമാണ് നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങിയത്. ചുരം ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഒരുപാട് ആനിമൽസിനെ സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് എന്തായാലും മിസ് ചെയ്യരുത്. അതിൽ നമ്മൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ ചായത്തോട്ടവും ഈ തണുപ്പും ഒന്നും വിട്ട് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനത്തെ യാത്രകളൊക്കെ പോകുമ്പോഴാണ് ശരിക്കും സോളോ ട്രിപ്പുകളുടെ ഒരു ഇൻട്രസ്റ്റ് വരിക. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റണം. അത്രയും യാത്രകളൊക്കെ നമുക്ക് ഭാവിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരുപാട് പ്രശസ്തരായ യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അങ്ങനത്തെ യാത്രകളൊക്കെ ചെയ്ത് പ്രകൃതിയും അതേപോലെ അവിടുത്തെ ഗ്രാമഭംഗിയും അവിടുത്തെ ആളുകളുടെ രീതികളും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് അതിൽ ഇഴുകി ചേർന്ന് കുറച്ച് ദിവസമൊക്കെ അവിടെ താമസിച്ച് ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് തോന്നാറുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ. ഒരുപാട് നല്ല എപ്പിസോഡുകളും കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ കഴിയട്ടെ. അതിനൊക്കെ നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതും കൂടി നിങ്ങൾ എനിക്ക് തരണം, വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരാം.